കോടികൾ മുടക്കി ആരംഭിച്ച കൂടൽക്കടവ് കുടിവെള്ള പദ്ധതി നിലച്ചു. കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടി പ്രദേശവാസികളും എടവക വെള്ളമുണ്ട പഞ്ചായത്ത് നിവാസികളും. പദ്ധതി പുനരാരംഭിക്കണമെന്ന് മാനന്തവാടി നഗരസഭാ ഭരണസമിതി. ചുട്ടുപൊള്ളുന്ന വെയിലത്തും കുടിവെള്ളത്തിനായി നാടും നഗരവും നെട്ടോട്ടമോടുമ്പോഴാണ് കോടികൾ മുടക്കി പ്രവർത്തനം ആരംഭിച്ച കുടിവെള്ള പദ്ധതി നോക്കുകുത്തിയായി മാറിയത്. 1992 കമ്മീഷൻ ചെയ്ത എടവക വെള്ളമുണ്ട പഞ്ചായത്തുകളടക്കം കുടിവെള്ളമെത്തിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ നോക്കുകുത്തിയായി മാറിയത്. വളരെ ക്ഷാമമാണ്. ഈ പമ്പ് ഹൗസ് പ്രവർത്തിക്കുന്നില്ല, വളരെ ആഴ്ചയിലൊന്നൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ഇതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ വരൾച്ചയുടെ സമയത്ത് നമുക്ക് ഉപകാരമാവും. ഇത് അടിയന്തരമായിട്ട് പരിഗണന വെക്കേണ്ട ഒരു ഇതാണ് ഈ പദ്ധതി. ഒരുപാട് 3 പഞ്ചായത്തിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കണം അവിടുന്ന്. അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകളും ഓരോ കുടുംബങ്ങളും വളരെയധികം ഈ കുടിവെള്ളം ഇപ്പോൾ ഈ വരൾച്ച ബാധിത സമയത്ത് ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. പയ്യമ്പള്ളി ബൂസ്റ്റർ പമ്പ് ഹൗസ് പ്രവർത്തിക്കാത്തതാണ് പദ്ധതി മുടങ്ങാൻ കാരണമെന്നും പദ്ധതി ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരമെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജേക്കബ് സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. പയ്യമ്പള്ളി മേഖലയുടെ പ്രദേശങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം പോലും കുടിവെള്ളം ലഭിക്കാതെ ആളുകൾ കോളനിക്കാരടക്കം കഷ്ടപ്പെടുകയാണ്. പുഴയിലൂടെ ഒഴുകി കർണാടകയിലേക്ക് പോകുന്ന വെള്ളം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ട്, മോട്ടറും പൈപ്പും എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ പദ്ധതി ഇവിടെ നിർത്തലാക്കി? മാനന്തവാടി ഭരണസമിതിക്ക് നഗരസഭ ഭരണസമിതി പറയുന്നത് എത്രയും വേഗം കൂടൽക്കടവിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇവിടെ ഈ പ്രദേശ ജനങ്ങളുടെ, ഈ മാനന്തവാടി പ്രദേശ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിക്ക് നഗരസഭ നേതൃത്വം നൽകുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.